ഹായ് ഹലോ നമസ്കാരം. ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളത്തിന് 5000 രൂപ. വിശ്വസിക്കാൻ പറ്റുമോ? ഞെട്ടിപ്പോയോ? എന്നാൽ അങ്ങനെ ഒരു പ്ലേസ് ഉണ്ട്. പത്തനംതിട്ട മൈലപ്ര റോഡിൽ എടത്താവളം കഴിഞ്ഞിട്ട് 400 മീറ്റർ മാറി റൈറ്റ് സൈഡിൽ ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് വന്നേക്കുന്നുണ്ടോ. 5000 രൂപയുടെ നാരങ്ങ വെള്ളം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടും കേട്ടോ. പക്ഷേ അത് സത്യമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിനെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ 5000 രൂപയുടെ നാരങ്ങ വെള്ളം എന്ന് കേട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ഇവിടെ 10 രൂപ മുതൽ 5000 രൂപയുടെ നാരങ്ങ വെള്ളം വരെ കിട്ടുന്ന 443ഓളം വെറൈറ്റികൾ ഉള്ള, അതും സ്വന്തമായി കണ്ടുപിടിച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യുന്ന ഒരു നാരങ്ങാവെള്ള ഷോപ്പിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ വന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സമയമായിരുന്നു. അപ്പോൾ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞ് പതിയൊന്ന് ഒതുങ്ങട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മാറി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പം ചേട്ടൻ നാരങ്ങാവെള്ളം എടുക്കുന്ന ആ ഒരു സ്റ്റൈൽ തന്നെ കാണാൻ വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടാലോ. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമസ്കാരം സുഹൃത്തുക്കൾ. ഇത് നമ്മുടെ ശ്രീകുമാർ ചേട്ടൻ ഇവിടെ തിരക്കിലായിരുന്നു ഞാൻ വന്നപ്പോൾ. അല്ലേ? നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഈ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല. കടയിൽ എത്ര രൂപ തൊട്ട് ഉള്ള സ്റ്റാർട്ടിങ്, എത്ര രൂപ തൊട്ടുള്ള നാരങ്ങ? കടയിൽ സ്റ്റാർട്ടിങ് 30 രൂപയുടെ സാധാരണ നാരങ്ങ വെള്ളം, ഇടിച്ചുകൂട്ട് നാരങ്ങ വെള്ളം. അത് മുതൽ 404 വെറൈറ്റി ഉണ്ട്. 404 വെറൈറ്റികൾ എല്ലാം ചേട്ടൻ തന്നെ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. നമ്മളിത് റിസർച്ച് ചെയ്ത്. അതെ. ഓക്കെ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റ് പോയേക്കുന്നത് 3000 രൂപയുടെ ആയുഷ് കൂട്ട് നാരങ്ങ വെള്ളം. 3000 രൂപയുടെ ആയുഷ് കൂട്ട് അല്ലേ? അതിനകത്ത് ചേരുവകളൊക്കെ അതിനൊന്നും പറയാൻ പറ്റത്തില്ല, എങ്കിലും അത്യാവശ്യം വിലയുള്ള, അതൊരു നാട്ടുമരുന്നിൻ്റെ കൂട്ടിനകത്ത് അത് ഉണ്ടാക്കുന്നത്, വില മരുന്നെന്ന് പറയും. പിന്നെ അതിനകത്ത് കുങ്കുമപ്പൂ കയറുന്നുണ്ട്. അത്യാവശ്യം വിലയുള്ള കുറച്ച് സാധനങ്ങൾ കയറുന്നുണ്ട്. ഞങ്ങളുടെ 3 കൂട്ടുകൾ കയറുന്നുണ്ട്. ഇനി അതിന് മുകളിലോട്ടുള്ളത് 5000 നാരങ്ങ വെള്ളം വരാൻ പോകും. അതിൻ്റെ പേരെന്താണ്? അതിൻ്റെ പേര് ഞാനിതുവരെ വെളിയിൽ പറഞ്ഞിട്ടില്ല, എങ്കിലും വെളിയിൽ പറയാം. അതിന് കേക്ക് കൂട്ട് നാരങ്ങ വെള്ളം എന്നായിട്ടിരിക്കുന്നത്. അത് ഇതുവരെ പോയിട്ടില്ല അല്ലേ? ഇതുവരെ പോയിട്ടില്ല, നല്ല ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഉടനെ വരും. ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ ചിലവാകുന്ന നാരങ്ങ ഏതാണ്? അത് ദാഹത്തിന് പറ്റിയ ഇടിച്ചുകൂട്ട് നാരങ്ങ വെള്ളം ഏറ്റവും കൂടുതൽ. നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോഴേ ഒത്തിരി കമന്റുകളൊക്കെ വരുന്നുണ്ട്. ചേട്ടൻ്റെ കഴിവുകൊണ്ട് കണ്ടുപിടിച്ചാണ് ഇത്രയും വെറൈറ്റികൾ. 404 അല്ലേ? ഇനിയും ഇത് 2 വെറൈറ്റിയും കൂടി ഇപ്പം തന്നെ നിലവിലുണ്ട്, വിറ്റിട്ടില്ലെന്നേ ഉള്ളൂ. അതാ ഒന്ന് 5000 കേക്ക് കൂട്ട നാരങ്ങ വെള്ളം, പിന്നെ ട്യൂബർ സോഡ എന്ന് പറയുന്ന ഒരു സോഡ. അത് അത്യാവശ്യം നല്ല രീതിയിൽ ഹിറ്റാവാൻ സാധ്യതയുള്ളതാണ്. ഒരുപാട് ടെക്നിക്കുകൾ വെച്ചുണ്ടാക്കിയ സാധനം. സെലിബ്രിറ്റികളൊക്കെ വന്ന് കുടിക്കാറുണ്ടോ? ഇങ്ങനെ പോകുന്ന വഴിക്ക്? അങ്ങനെയൊക്കെ വരാറുണ്ട്. അല്ലാതെ ഇവിടത്തേക്കായിട്ട് ഒരു സെലിബ്രിറ്റി ഇവിടെ വന്നിട്ടില്ല. പിന്നെ പോകുന്ന വഴിക്ക് കയറി കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടാ, എനിക്കൊരു നാരങ്ങാവെള്ളം വേണം. നമുക്ക് ചൂടിന് ഈ സമയത്ത് കുടിക്കാൻ ഏറ്റവും നല്ല നാരങ്ങാവെള്ളം ഇവിടുത്തെ സാധാരണ നാരങ്ങാവെള്ളം, ഇടിച്ചുകൂട്ട് നാരങ്ങാവെള്ളം. ആ ക്ഷീണവും മാറും, ഡ്രൈവ് ചെയ്താൽ ഉറക്കം വരത്തില്ല. അതൊരു നല്ല നാരങ്ങാവെള്ളം. അപ്പോൾ നമുക്കൊരു ഇടിച്ചുകൂട്ട് തന്നെ ആയാലോ? ആയിക്കോട്ടെ, തീർച്ചയായിട്ടും. ഇല്ല. അതെ. ഇടിച്ചുകൂട്ടാണ് ഏറ്റവും കൂടുതൽ ചിലവാണ്. ഇടിച്ചുകൂട്ട ഒരു 500 രൂപ ചില്ലറൊക്കെ എന്നെ വിളിച്ചത്. ഇതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ 30 രൂപയ്ക്ക് സാറി 500 രൂപ തന്നത്. അടിപൊളിയാണോ? നമ്മുടെ ഗ്ലാസ് കാണുമ്പോൾ തന്നെ നമുക്ക് കുടിക്കുന്നതിന് മുമ്പ് വേറെ അറിയാമല്ലേ? അതെ, പക്ഷേ ഇത്തിരി ഗ്ലാസ് ഇപ്പം കിട്ടാനില്ല. അത്യാവശ്യം നല്ല സൈസ് ആട്ടോ. എൻ്റെ കൈയുടെ ഒരു സൈസ് നോക്കിയാൽ 800 മില്ലി. 800 മില്ലിയാ? ഇതൊക്കെ നാടൻ മാങ്ങകളാണ്. നാടൻ മാങ്ങ അല്ലേ? പഴുത്ത മാങ്ങയാണ്. ഇത് കൂട്ടി ഒരു 4-5 നാരങ്ങാവെള്ളം പുതിയതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത് സീസണിൽ മാത്രമേ ഉള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ആരോടും പറയുന്നില്ല. അത് സീസണിൽ മാത്രമേ കിട്ടൂ. അത് കഴിയുമ്പോൾ പിന്നെ അത് കിട്ടില്ല. അതെ, തീർച്ചയായിട്ടും. ഇന്നലെ ഒരു വെറൈറ്റി ഉണ്ടായിട്ടുണ്ട്, പ്രണയക്കൂട്ട് നാരങ്ങ വെള്ളം. അത് ഈ മാങ്ങ വെച്ചുള്ള, മാങ്ങയോട് പ്രണയമില്ലാത്ത ആൾക്കാരുണ്ട്. നമുക്ക് വേറെ ബ്രാഞ്ചുകളോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇതുവരെ ഒന്നുമില്ല. ഇല്ലല്ലേ? ഇത്
ഷുഗർ ഇത് പൊടിച്ചതാണ്. പൊടിച്ചതല്ലേ? ഇതിനായിരുന്നു ഇടിച്ചു കൂട്ടുന്ന പേര്. അവസാനം ഇതിട്ടെടുത്ത് വെള്ളത്തിന് ഇടിച്ചു കൂട്ടുന്ന പേര് കിട്ടി. ഇങ്ങനെ ഒരു കൂട്ടുണ്ടാക്കി ഞാൻ അതിന് ഇടിച്ചു കൂട്ടുന്ന പേരിട്ടാണ്. പിന്നെ ആ വെള്ളത്തിനും അവസാനം ഇടിച്ചു കൂട്ടുന്ന പേരായി. ഇടിച്ചുകൂട്ട് നാരങ്ങ വെള്ളം ആദ്യ കാലത്ത് ആ ബുൾജാർ സോഡയോടൊപ്പം ഭയങ്കരമായിട്ട് ഫേമസ് ആയിരുന്നു നാരങ്ങ വെള്ളം. എരിവുണ്ട് കേട്ടോ, എരിവുണ്ട്. ഞാൻ കുടിച്ചു നോക്കട്ടെ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ കുടിച്ചു നോക്കട്ടെ. സൂപ്പർ, താങ്ക് യു. അടിപൊളി. ഈ ഒരു നട്ട് ഉച്ച വെയില് സമയത്ത് ഞാൻ ചൂടായിട്ട് നിൽക്കുമായിരുന്നു. അതാ ഞാൻ ഈ സമയത്ത് അത് തന്നെ എടുത്താണ്. ആണല്ലേ? പെട്ടെന്നൊരു തണുപ്പായിരുന്നു. സൂപ്പർ നാരങ്ങകളാണ്. ശരിക്കും ഇടിച്ചുകൂട്ടാണ്. മൂക്കിക്കൂടെ ഒരു ഗ്യാസ് ഒക്കെ വരുന്നുണ്ടല്ലേ? ചെറിയ പനി വെക്കണമെങ്കിൽ മാറും അല്ലേ? ഓക്കെ. ഇതിനോടൊക്കെ എന്താ പറയാനുള്ളത്? അവരെല്ലാ വീഡിയോയിലും പോലെ ഇതിലും തെറി എഴുതിയ കമന്റ്, അല്ലാതെ എന്ത് പറയാൻ. തെറി പറയുന്നവര് പറഞ്ഞു. അതെ അതെ, ചേട്ടനെ എല്ലാവരും അറിയാൻ തുടങ്ങി. ഇപ്പൊ ഞാനിവിടെ നിന്നോണ്ടിരുന്നപ്പോ തന്നെ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ആൾക്കാർ വന്നല്ലേ? തൃശ്ശൂരിൽ നിന്നുള്ളൊരു ഫാമിലി വന്നു, വെള്ളം കുടിച്ചിട്ടാണ് പോയത്. ഓക്കെ, അപ്പൊ ഞാനിതൊന്ന് കുടിച്ചു കേട്ടോ.